ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 പേർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ജെ, നഴ്സിംഗ് ഓഫീസർ ധന്യ PS എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജിബിൻ, അങ്ങനെ ഒടുവിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? തന്നെയാണ് അമൃത. കാരണം ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവ്, അതിന് പിന്നാലെ ഉയർന്ന ആരോപണം, ഇതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഒരു 4 അംഗ സംഘം വിശദമായ ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിന് ശേഷമാണ് ഷാഹിദ എന്ന് പറയുന്ന ഡോക്ടർ, നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഷാഹിദ ഡോക്ടറുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് സർജറി നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന, അന്ന് ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഷാഹിദ ഡോക്ടർ, അതിന് കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിൽ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ധന്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ധന്യ, ഈ 2 പേരെയാണ് ഇപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, തുടരന്വേഷണം നടന്നു വരികയാണ്. കാരണം ഈ ഒരു ആരോപണം ഉയർന്ന കാലഘട്ടത്തിൽ അന്ന് ആരാണ് ശസ്ത്രക്രിയ ചെയ്തത്? കാരണം ഈ ഉഷ തോമസ് പറയുന്ന പേരനുസരിച്ച് അല്ല അന്ന് ശസ്ത്രക്രിയ നടന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് പറഞ്ഞത്. തുടർന്നാണ് അന്നത്തെ ശസ്ത്രക്രിയ ആ ഒരു കേസ് ഷീറ്റൊക്കെ തന്നെ എടുത്ത് അന്ന് ആ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്, അവരുടെ ഗ്രൂപ്പിൽ കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർ ആരാണ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആരൊക്കെയാണ്. കാരണം ഇതൊരു കോവിഡ് കാലഘട്ടത്ത് നടന്ന ഒരു ശസ്ത്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റാഫുകൾ അന്ന് ശസ്ത്രക്രിയയിൽ ഉണ്ടായിരുന്നില്ല. ഒരേ സമയം തന്നെ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് നഴ്സുമാരുടെയൊക്കെ സാന്നിധ്യം കുറവായിരുന്നുവെന്നും പ്രിൻസിപ്പൽ ചൂണ്ടിക്കാട്ടുകയും, എന്തായാലും ഈ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ ഡോക്ടർ ഷാഹിദയും നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ധന്യയും ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.